ആഹാ, ഇന്നെന്താടാ ഭാര്യ? പൂമുഖമാതിൽ തന്നെ ഒരു സ്വീകരണമാണല്ലോ. ഇതെന്തുറ്റി? ഇതെന്താടോ പതിവില്ലാതെ ഇത്രയും മുഖം വീർപ്പിക്കല്? എന്നോട് മിണ്ടണ്ട. ഞാൻ പിന്നെ ആരോട് മിണ്ടാനാ? അതെ, സ്വയം അങ്ങ് തീരുമാനിച്ചാ മതി. ഇതെന്താ ഇങ്ങനെ? ഇപ്പൊ ഇങ്ങനെയാ. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ആകും, കഷ്ടമാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഴകി കഴിയുമ്പോ എല്ലാം കഷ്ടം തന്നെ. എന്റെ ആമി, കാലത്ത് മുതൽ ഭ്രാന്ത് പിടിച്ച് പണിയെടുത്തിട്ട് ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വരുന്നത് നിന്നോട് നല്ല നല്ല വർത്താനം പറയാൻ വേണ്ടിട്ടല്ലേ? എന്നോട് എന്തിനാ പറയുന്നേ? പറയാൻ വേറെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ. അതെ, ഉണ്ട്. IG രമാകാന്തൻ സാർ, CI ഇടിക്കുള സാർ, പിന്നെ SI മോഹൻദാസും കോൺസ്റ്റബിൾമാരായ രവിയും മുജീബും, പിന്നെ മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ വന്ന് കയറുന്ന കുറെ ക്രിമിനൽസും. എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ എന്നത്തെ പോലെ വർത്താനം പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എനിക്കത് മനസ്സിലാവുന്നില്ല ആമി. നീ എന്താ സീരിയലിലെ ഡയലോഗ് പറഞ്ഞു കളിക്കാണോ? ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഗോമതീശ്വരുടെ കൂടെ കൂടി ആവശ്യമില്ലാത്ത കണ്ട് ജീവിതം പാഴാക്കരുതെന്ന്. ഇത് സീരിയൽ ഡയലോഗ് ഒന്നും അല്ല. ഇങ്ങോട്ട് വാ മനുഷ്യ. എന്ത്? വിട്. ആരാ ഇന്ദുലേഖ? ഏത് ഇന്ദുലേഖ? 10 സീല് ഇന്ദുലേഖ. 10 സീയോ? എനിക്കെല്ലാം മനസ്സിലായി. ചുമ്മാ എന്നല്ല, നമുക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ഇന്ദുലേഖ എന്ന് പേരിടാന്ന് പറഞ്ഞത്. എപ്പോ? ആഹാ, എപ്പോ ഒന്നും അറിയില്ലല്ലേ? എടി, അതെന്റെ മുത്തശ്ശിയുടെ പേരല്ലേ? പിന്നെ ഇതാരാ? ഇന്ദുലേഖ. എന്തിനാ ഇപ്പൊ നിങ്ങൾ നിലവിളിച്ചേ? അപ്പൊ നിങ്ങൾക്കറിയാം ഇവൾ ആരാണെന്ന്. എനിക്കൊന്നും അറിയില്ല. അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഓട്ടോഗ്രാഫില് ഇവൾ എങ്ങനെ ഈ വൃത്തിയോടെ എഴുതിയേ? വൃത്തിയോടോ? എന്ത് വൃത്തിയോട്? ഈ എഴുതി വെച്ചേക്കുന്ന എന്താ? ഇത് വൃത്തിയോടല്ലേ? അയ്യോ, ഇത് സാഹിത്യമല്ലയോ? സാഹിത്യം ഇത് കേൾക്കുന്നവർക്കും കൂടി തോന്നണ്ടേ? പറ, എന്തിനാ അവളിങ്ങനെ ഈ ഓട്ടോഗ്രാഫിൽ എഴുതിയത്? അവള് നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നില്ലേ? നിങ്ങൾ ഇപ്പോഴും കണ്ടുമുട്ടാറില്ലേ? എന്റെ അമ്മയാണ്, എനിക്ക് ഇവൾ ആരാണെന്ന് പോലും ഓർമ്മയില്ല. ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലും മാർക്കില്ലെന്ന് അവൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഓട്ടോഗ്രാഫ് ആവുമ്പോ പലരും പലതും എഴുതിയിരിക്കും. നീ കേട്ടിട്ടില്ലേ? BA പഠിച്ചാലും MA പഠിച്ചാലും സോദര എന്നെ മറക്കരുത് എന്ന്. കണ്ണേ കടലെ കടലവണക്കും പത്തലെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ നീ എപ്പോഴും വിരിഞ്ഞു നിൽക്കുക. മറക്കില്ലൊരിക്കലും എന്നെഴുതി വെച്ച് പിന്നെ ഒരിക്കലും കാണാൻ കഴിയാതെ പോയവർക്ക്. അങ്ങനെ എത്ര പ്രശസ്തമായ ഡയലോഗ് ഉണ്ടെന്ന് അറിയാമോ? ഈ 10ാം ക്ലാസ്സുകാരുടെ മണ്ടൻ സാഹിത്യമല്ലേ ഇത്ര നിലവാരമൊക്കെ ഉണ്ടാകത്തുള്ളൂ. നീ അതങ്ങ് ക്ഷമിക്ക്. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഈ ഇന്ദുലേഖ അറിയില്ല അല്ലേ? ഇല്ല, അറിയില്ല. നാളെ എങ്ങനും അങ്ങനെ ഒരാൾ ഇവിടെ അന്വേഷിച്ചു വന്നാലോ? അല്ല, അത് ഈ അറിയാത്ത ആള് നമ്മളെ അന്വേഷിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. അല്ല, ചുമ്മാതെങ്ങനെ അന്വേഷിച്ചു വന്നാലോ? എടി, എനിക്ക് അറിയില്ലെന്നല്ല പറഞ്ഞത്, ഓർമ്മയില്ലെന്നാ. നിങ്ങൾ എന്തിനിങ്ങനെ മലക്ക് മറിയുന്നേ? എന്റെ ആമി, ഞാൻ പറഞ്ഞില്ലേ? നേര് പറ, അവൾ എന്നെക്കാളും സുന്ദരിയാണോ? ഒരിക്കലും അതിന് സാധ്യതയില്ല. എടി, നിന്റെ അത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതെ സുഖിപ്പിക്കല്ലേ? ഞാൻ അതിനെ നിന്നെ സൂചിപ്പിക്കുന്ന ആമി. നീ എന്റെ ജീവന്റെ ഭാഗമല്ലേ? അപ്പൊ പിന്നെ ഞാൻ നിന്നോട് വെറുതെ ഡയലോഗ് പറയോ? അല്ല, ഈ സത്യം ഇതിനു മുൻപ് ദത്തേട്ടൻ പലതവണ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ആണോ? പക്ഷേ ഓരോ തവണ കേൾക്കുമ്പോഴും ഒരു സന്തോഷമല്ലേ? അതൊക്കെ ഉണ്ട്. അതാണ് സത്യത്തിന്റെ സന്തോഷം. എടി, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നോ? എനിക്ക് ദത്തേട്ടനെ. അതെനിക്കറിയാലോ. എന്നാലും എന്റെ ആമി, നീ എന്നെ ഇങ്ങനെ സംശയിച്ചല്ലോ. അത് ഏട്ടനോടുള്ള എന്റെ പൊസസീവ്നെസ് ഉണ്ടല്ലേ? അതും എനിക്കറിയാലോ. ആമി മോളെ, നിനക്കറിയാമോ, കോളേജിൽ പഠിക്കുമ്പോ എത്ര പെൺകുട്ടികൾ എന്റെ പിന്നാലെ ക്യൂ നിന്നു. പക്ഷേ ഒരൊറ്റ എണ്ണത്തെ ഞാൻ ചാണാൻ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കിയിട്ടില്ല. സത്യം? പിന്നെ എന്റെ മോളോട് ഞാൻ കള്ളം പറയോ? എടി, എന്റെ മനസ്സ് മുഴുവൻ നീയായിരുന്നു. നിന്നെ ആദ്യം കണ്ടത് മുതൽ എങ്ങനെങ്കിലും സ്വന്തമാക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. എത്രയോ രാത്രികളില് ഞാൻ നിന്നെ മാത്രം ഓർത്ത് ഉറങ്ങാതെ കിടന്നിട്ടുണ്ടെന്നോ. ഊണ് ഉറക്കം ഉപേക്ഷിച്ച് നിന്നെ സ്വപ്നം കണ്ടിരുന്നിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. കാരണം അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇങ്ങോട്ട് വന്നേ.
മനുഷ്യനെ കൊല്ലിക്ക് അവൾക്ക് പൊക്കിയെടുത്തോണ്ട് വരാൻ കൊണ്ടൊരു സാധനം. ഓ അയ്യോ ഇങ്ങോട്ട് നോക്ക്.